കാറ്റത്തി കിളികൊള്ളി പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ നിധിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട് ഹേമയെടുത്ത് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അവർ വന്നേ ഇല്ല, എന്തായാലും അവർക്കൊന്ന് ആരതി എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹേമയാണെങ്കിൽ നമ്മൾ നിധിയെ സൂക്ഷിച്ചൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ആരതിയൊക്കെ എടുത്ത് അകത്തൊക്കെ കയറി അകത്തൊക്കെ അവർ കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ അരുണിൻ്റെ വൈഫാണെങ്കിൽ ചോദിക്കുന്നുണ്ട് പിന്നെ രാജീവിൻ്റെ അടുത്ത് എന്ത് പറ്റി അച്ഛാ നിധി ഇങ്ങോട്ട് കൊണ്ടുവരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ രാജീവൻ പറയുന്നുണ്ട് അതിന് കാരണം ശ്രുതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നാണെങ്കിൽ അവർ രാത്രി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ രാജീവനാണെങ്കിൽ പറയുന്നുണ്ട് നിധി ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അവൾ അമ്മയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ അരുണാണെങ്കിൽ രാജീവനോടാണെങ്കിൽ നമ്മൾ സുധീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷിന് ഒരു ടെൻഷനോടൊക്കെ പോകുന്നത്. ആ സമയത്ത് നമ്മൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ഒരുമാതിരി കളിയാക്കിയിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പേടിച്ച് വിറച്ചൊക്കെ നിൻ്റെ മുഖത്ത് ഒരു പ്രസാദമൊക്കെ പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ രാജീവൻ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത്, ഞങ്ങളാണെങ്കിൽ നിന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിന്നെ എന്താ ഈ മണിയറ ഇരുത്തി നിന്നെ സംസാരിപ്പിക്കാനൊക്കെ ആണോ നിന്നെ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രാജീവൻ ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഞങ്ങളൊപ്പം ഇരിക്കാനൊക്കെ നീ അങ്ങ് വളർന്നോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ സുധീഷാണെങ്കിൽ കേട്ടോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിന് തിരിച്ചുള്ള മറുപടി തക്കതായത് മറുപടിയൊക്കെ നമ്മൾ സുധീഷ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും.